നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീസൺ ആകുന്നതിന് മുമ്പ് തന്നെ ലക്ഷങ്ങളുടെ കച്ചവടം. ധൈര്യമായി നട്ടോളൂ, ഓരോ വർഷവും ഡിമാൻഡ് കൂടി വരുന്നു. ചക്ക സീസൺ ആരംഭിച്ചതോടെ ലോറിയുമായി തമിഴ്നാട്ടിൽ നിന്നും ആളെത്തി തുടങ്ങിയതോടെ നാട്ടിലിനി ചക്കയൊന്നും പോലും ബാക്കിയുണ്ടാവുകയില്ല. അതോടെ നാട്ടിലുള്ളവർ ചക്ക രുചി തേടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സ്ഥിതിയാണ്. പഴുത്ത് വിളയാൻ പോലും കാത്തു നിൽക്കാതെ ചെറു ചക്കകളും നാട് കടക്കുകയാണ്. അപ്പോൾ ഈ വർഷമാണ് ഇത്രയേറെ ഡിമാൻഡ് വർദ്ധിച്ചത്. കഴിഞ്ഞ വർഷം ഇത്രയും ഡിമാൻഡ് ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ വെറുതെ ചക്ക പൊഴിഞ്ഞു പോവുകയായിരുന്നു. ആദ്യം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ആൾക്കാർ വരുമായിരുന്നു. പിന്നെ സീസൺ ആയിക്കഴിഞ്ഞ് ഒരുപാട് ചക്ക ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ എടുക്കാനില്ലാത്ത സ്ഥിതിയായിരുന്നു. ഇപ്പോഴങ്ങനല്ല. ഇപ്പോൾ എല്ലാ ദിവസവും നിരവധി ആൾക്കാരാണ് ചക്കയുണ്ടോ എന്ന് ചോദിച്ച് വീടുകൾ കയറി ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കാൻ വിസമ്മതിച്ചാലും അവർ ഇച്ചിരി വില കൂട്ടി പറഞ്ഞാലും അവർ എങ്ങനെങ്കിലും അത് വാങ്ങുകയാണ് സ്ഥിതി. അപ്പോൾ ഇനി അടുത്ത മാസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ചക്ക ഇല്ലാത്തൊരവസ്ഥയിലോട്ട് മാറുകയാണ്. അപ്പോൾ എല്ലാവരും ചക്ക കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഇനി നമ്മൾ ചക്കയ്ക്ക് വേണ്ടിയിട്ട് ഇനി തമിഴ്നാട്ടിലോട്ട് പോകേണ്ട സ്ഥിതി വന്നിരിക്കുകയാണ്. പറമ്പുകൾ നിറയെ ഉണ്ടായിരുന്ന ചക്ക മൂപ്പത്ത് മുമ്പേ വെട്ടിയെടുത്ത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. അവശേഷിക്കുന്ന ചക്കയ്ക്ക് പോലും വില പറഞ്ഞ് പണം വാങ്ങി കഴിയുകയും ചെയ്തു. കച്ചവടക്കാർ ചക്ക പാകത്തിനുള്ളവയൊക്കെ തമിഴ്നാടിൻ്റെ വിവിധ കയറ്റുമതി കേന്ദ്രങ്ങളിലേക്കും ചക്ക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഇടങ്ങളിലേക്കും എത്തിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഓരോ വർഷവും ഡിമാൻഡ് കൂടി വരുന്ന ചക്കയ്ക്കൊപ്പം പ്രതീക്ഷയിലാണ് കർഷകരും. സീസൺ ആകുന്നതിന് മുമ്പ് തന്നെ ലക്ഷങ്ങളുടെ കച്ചവടമാണ് നടക്കുന്നത്. ഇക്കുറി വിളവ് കുറഞ്ഞതും ചെറുകിട കച്ചവടക്കാരുടെ വർധനവും ചക്കയുടെ ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമാണ്. ചക്ക വറ്റലായി തിരികെ എത്തുമ്പോൾ കിലോയ്ക്ക് 500 രൂപ വരെയാണ് വില. ചക്ക വറ്റൽ, ജാം, ഐസ്ക്രീം, കേക്ക്, പായസം തുടങ്ങി ചക്ക വിഭവങ്ങൾക്കെല്ലാം ഡിമാൻഡുണ്ട്. വരിക ചക്കയുടെ പഴുത്ത ചുള പാക്കറ്റിൽ ലഭ്യമാണ്. ചക്കക്കുരുവിന് 40 രൂപ മുതൽ 60 രൂപ വരെയാണ് കിലോയ്ക്ക് വില. ചക്കക്കുരു പൊടിച്ചും വറുത്തും സ്വീറ്റ്സായും കയറ്റി അയക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ചക്കയ്ക്ക് ഇവിടെ വൻ ഡിമാൻഡാണ്. നിങ്ങളുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? അവിടെ വൻ ഡിമാൻഡാണോ? അവിടെ ചക്കയ്ക്ക് എന്തുകൊണ്ട് വില? ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എടുക്കാൻ പറ്റുന്നതാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.